ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചപ്പാത്തിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നല്ല ക്രീമി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്ന് കളർ മാറേണ്ട ആവശ്യമില്ല. സവാള ഒന്ന് വഴന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 8 അണ്ടിപ്പരിപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കണം. ഇനി അതേ പാനിൽ തന്നെ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 4 പച്ചമുളക് പൊടിയായിട്ട് കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് പച്ചമുളകിൻ്റെ ആ ഒരു മൂത്ത മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അടുത്ത് ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളൊന്ന് മൂത്ത് വരണം. ആ സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂ കൂടി കുറച്ച് മാത്രം വെള്ളത്തിൽ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സി ജാറിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതുകൂടി ആ പേസ്റ്റ് മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഞാനിതിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു 1/2 കപ്പോളം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ചിക്കൻ ഒന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കറി നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ക്യൂബായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ വീണ്ടും ഒന്നുകൂടി മൂടി വെച്ചതിന് ശേഷം നമുക്ക് വേവിക്കാം. പിന്നെ നമുക്ക് ഇടയ്ക്ക് 1-2 തവണ മൂടി തുറന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് നന്നായിട്ട് വേവുന്നത് വരെ 1-2 തവണ മൂടി തുറന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു 2 തവണ മൂടി തുറന്നിട്ട് കറിയൊക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ട് കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ ഒരുപാട് സമയം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടി ഗരം മസാല ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് ചൂടായിട്ട് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒന്ന് മൂത്ത് കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്തിട്ട് നമുക്കിത് കറിയുടെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കണം ഇനി. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ. കുറച്ച് സമയം അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് ചൂട് പൊറാട്ടേൻ്റെയും ചപ്പാത്തീൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അതുപോലെ പൂരിയുടെ കൂടെ കഴിക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.